ഞാൻ കമ്പ്യൂട്ടർ പഠിച്ചത് വെർച്വൽ ടീച്ചർ സിഡികൾ ഉപയോഗിച്ചാണ്. ഇത്ര എളുപ്പത്തിൽ മറ്റൊരു വിദ്യ കൊണ്ടും നിങ്ങൾക്ക് കമ്പ്യൂട്ടർ പഠിക്കാനാവില്ല. കൂടുതൽ ട്യൂട്ടോറിയൽ വീഡിയോകൾക്ക് സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അടുത്തതായി നമുക്ക് ഒരു വർക്ക്ഷീറ്റിൽ എങ്ങനെ ചാർട്ട്സ്, ഇമേജസ് എന്നിവ ഇൻസേർട്ട് ചെയ്യാം എന്ന് നോക്കാം. ഒരു പെർട്ടിക്കുലർ കണ്ടന്റ് ഇൻസേർട്ട് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന ടാബ് ആണ് ഇൻസേർട്ട് ടാബ്. ഇവിടെ നിങ്ങൾക്ക് പല കാറ്റഗറീസ് കാണാവുന്നതാണ്. അതായത് ടേബിൾസ് ഇൻസേർട്ട് ചെയ്യുന്നതിനും ഇലിസ്ട്രേഷൻസ്, ചാർട്ട്സ്, സ്പാർക്ക് ലൈൻസ്, ഫിൽറ്റർ, ലിങ്ക്സ്, ടെക്സ്റ്റ്, സിംബൽസ് ഇൻസേർട്ട് ചെയ്യുന്നതിന് സെപ്പറേറ്റ് കാറ്റഗറീസ് കാണാവുന്നതാണ്. നമുക്ക് ആദ്യം ഒരു ടേബിൾ എങ്ങനെ ഇൻസേർട്ട് ചെയ്യാം എന്ന് നോക്കാം. ഒരു ടേബിൾ ഇൻസേർട്ട് ചെയ്യുന്നതിനായി ഇവിടെ നിങ്ങൾ വർക്ക്ഷീറ്റിൽ നോക്കിയാൽ നിങ്ങൾക്ക് എല്ലാം തന്നെ ഒരു ടാബുലർ ഫോമിൽ കാണാവുന്നതാണ്. പക്ഷേ ഇവ പ്രിന്റ് എടുക്കുമ്പോൾ ഒരു പെർട്ടിക്കുലർ അറേഞ്ച്മെന്റോട് കൂടി മാത്രമായിരിക്കും പ്രിന്റ് ഔട്ട് വരിക. നിങ്ങൾക്ക് ഡെഫിനറ്റ് ആയ ഒരു ടേബിളോട് കൂടിയാണ് നിങ്ങളുടെ എക്സൽ ഷീറ്റിന്റെ പ്രിന്റ് ഔട്ട് എടുക്കേണ്ടതെങ്കിൽ ഇവിടെ കാണുന്ന ടേബിൾ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ എവിടെയാണ് നിങ്ങളുടെ ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നത് അത് ഇവിടെ ചൂസ് ചെയ്യുക. ഇവിടെ ഒരു ഡോട്ടഡ് റണ്ണിംഗ് ലൈൻ കാണാവുന്നതാണ്. ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ഒരു പെർട്ടിക്കുലർ സെൽ ആണ്. ഇവിടെയാണ് നിങ്ങളുടെ ടേബിൾ ക്രിയേറ്റ് ചെയ്യേണ്ടതെങ്കിൽ ഇവിടെ ഓക്കെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങളുടെ ടേബിൾ ക്രിയേറ്റ് ചെയ്യേണ്ട ഏരിയയെ സ്പെസിഫൈ ചെയ്യുക. അതിന് മൗസ് പോയിന്റ് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുക. നിങ്ങളുടെ ടേബിളിന് ഹെഡർ സെക്ഷൻ ഉണ്ടെങ്കിൽ, അതായത് ഒരു ഹെഡിങ് ഉണ്ടെങ്കിൽ ഈ കാണുന്ന മൈ ടേബിൾ ഹാസ് ഹെഡേഴ്സ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതല്ലെങ്കിൽ അൺചെക്ക് ചെയ്യുക. അതിനുശേഷം ഓക്കെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മളുടെ ടേബിൾ ഇൻസേർട്ട് ആയിരിക്കുന്നതായി കാണാം. ടേബിൾ ഇൻസേർട്ട് ചെയ്ത ഉടനെ ഇവിടെ ടേബിൾ ടൂൾസ് ഓപ്പൺ ആയിരിക്കുന്നതായി കാണാം. ഇവിടെ നിങ്ങൾക്ക് ടേബിൾ സ്റ്റൈൽ ഓപ്ഷൻസ്, എക്സ്റ്റേണൽ ടേബിൾ കണ്ടന്റ്, ടൂൾസ്, പ്രോപ്പർട്ടീസ് എന്നീ സെക്ഷൻസ് കാണാവുന്നതാണ്. ഇവിടെ ഒരു സ്റ്റൈൽ ചൂസ് ചെയ്തതിനായി ഇവിടെ ക്ലിക്ക് ചെയ്ത് ചൂസ് ചെയ്യാം. അതല്ലെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് ഡീറ്റെയിൽഡ് ആയ ഒരു പെർട്ടിക്കുലർ സ്റ്റൈൽ ചൂസ് ചെയ്യാവുന്നതാണ്. നമുക്കിപ്പോൾ ഈ സ്റ്റൈൽ ചൂസ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ടേബിൾ ക്രിയേറ്ററായി കാണാം. മുകൾ ഭാഗത്ത് കാണുന്ന ഏരിയ ആണ് നമുക്ക് ഫിൽറ്റർ ഓപ്ഷൻസ് അല്ലെങ്കിൽ ഫിൽറ്റർ കൺട്രോൾസ് നൽകുന്നത്. ഇനി ഇവിടെ നിങ്ങളുടെ ആവശ്യാനുസരണം ടെക്സ്റ്റ് എൻ്റർ ചെയ്ത് ടേബിൾ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. നമുക്കിപ്പോൾ ഒരു ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യാം. അതിന് മൺഡേ എൻ്റർ ചെയ്തതിനു ശേഷം ഇവിടെ ക്ലിക്ക് ചെയ്ത് മൗസ് പോയിന്റർ ഡ്രാഗ് ചെയ്യുക. ഇത്രയും സെക്ഷൻസ് ഡിലീറ്റ് ചെയ്യുന്നതിന് ആ സെക്ഷൻ സെലക്ട് ചെയ്ത് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് എന്ന ഓപ്ഷനിൽ ഡിലീറ്റ് റോസ് എന്ന സെക്ഷൻ ചൂസ് ചെയ്യുക. ഇപ്പോൾ ഒരു ടൈം ടേബിളിന്റെ ഫോമാറ്റ് ഇവിടെ ക്രിയേറ്റ് ആയിരിക്കുന്നതായി കാണാം. നിങ്ങൾക്ക് ഈ ഒരു പെർട്ടിക്കുലർ റോയിന് തൊട്ട് മുകളിൽ ഒരു റോ കൂടെ ആഡ് ചെയ്യണമെങ്കിൽ ഈ സെൽ സെലക്ട് ചെയ്തതിനു ശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഇവിടെ ഇൻസേർട്ട് എന്ന സെക്ഷനിൽ ടേബിൾ റോസ് എബവ് എന്ന സെക്ഷൻ ചൂസ് ചെയ്യുക. ഇപ്പോൾ ഒരു പുതിയ റോ ഇവിടെ ക്രിയേറ്റ് ആയിരിക്കുന്നതായി കാണാം. ഇവിടെ നമുക്ക് ഫസ്റ്റ് സെല്ലിൽ ഡേയ്സ് എന്ന് കൊടുക്കാം. ഇവിടെ നമുക്ക് സീരിയൽ ഓർഡറിൽ 1 2 3 4 5 എന്ന് കൊടുക്കാം. ഇവിടെ 1 എൻ്റർ ചെയ്തതിനു ശേഷം ഇവിടെ 2 എൻ്റർ ചെയ്യുക. അതിനുശേഷം ഈ രണ്ട് സെൽസ് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ ക്ലിക്ക് ചെയ്ത് മൗസ് പോയിന്റർ ഡ്രാഗ് ചെയ്യുക. ഇവിടെ ഡേയ്സ്, അതോടൊപ്പം എത്ര സെക്ഷൻസ് ആണോ ഇവിടെ ഉള്ളത് അത് ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നതായി കാണാം. ഇത് സെൻട്രലൈസ് ചെയ്യുന്നതിന് സെൽസ് സെലക്ട് ചെയ്യുക. സെൻട്രലൈസ് എന്ന ഈ പെർട്ടിക്കുലർ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഈ ഒരു ടെക്സ്റ്റിന്റെ അലൈൻമെന്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് ഇവിടെ ക്ലിക്ക് ചെയ്ത് ഏത് ആംഗിളിലാണോ നിങ്ങളുടെ ടെക്സ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് അത് ഇവിടെ നിന്നും ചൂസ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ സെൽ ഓട്ടോമാറ്റിക്കലി അഡ്ജസ്റ്റ് ആയിരിക്കുന്നതായി കാണാം. അതിനുശേഷം നിങ്ങളുടെ ആവശ്യപ്രകാരം ഇവിടെ കണ്ടന്റ് ആഡ് ചെയ്യാം. ഇനി നമുക്ക് വീണ്ടും ഇൻസേർട്ട് ടാബിൽ പോകാം. ഇവിടെ മറ്റൊരു ഓപ്ഷൻ ടേബിൾസിൽ കാണുന്നത് പൈവറ്റ് ടേബിൾ എന്ന സെക്ഷനാണ്. പൈവറ്റ് ടേബിൾ എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങൾ ടാബുലർ ഫോമിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഡേറ്റയെ സമ്മറൈസ് ചെയ്ത് ഒരൊറ്റ ടേബിൾ ആയി നിങ്ങൾക്ക് എളുപ്പത്തിൽ ആക്സസ് ചെയ്യുവാനും മനസ്സിലാക്കാനും വേണ്ടിയുള്ള ഓപ്ഷനാണ് പൈവറ്റ് ടേബിൾ. അതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻസ് കാണാവുന്നതാണ്, പൈവറ്റ് ടേബിൾ ആൻഡ് പൈവറ്റ് ചാർട്ട്. ഇവിടെ പൈവറ്റ് ടേബിൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് ഏത് ടേബിളിൽ നിന്നാണ് നിങ്ങൾക്ക് പൈവറ്റ് ടേബിൾ പ്രിപ്പയർ ചെയ്യേണ്ടത് അത് ഇവിടെ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഓക്കെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇവിടെ ഒരു പൈവറ്റ് ടേബിൾ സമ്മറിയോട് കൂടിയായി ഒരു പുതിയ ഷീറ്റിൽ വന്നതായി കാണാം.
ഇവിടെ പൈവറ്റ് ടേബിളിന്റെ പേര്, ടു ബിൽഡ് എ റിപ്പോർട്ട് ചൂസ് ഫീൽഡ്സ് ഫ്രോം ദ പൈവറ്റ് ടേബിൾ എന്ന സെക്ഷൻ കാണാവുന്നതാണ്. അതായത് ഏതെല്ലാം സെക്ഷൻ ആണോ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് അത് ഇവിടെ നിന്നും ചൂസ് ചെയ്യുക. ഈ ഒരു പെർട്ടിക്കുലർ ഓപ്ഷൻ ഉപയോഗിച്ച് ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ റിലേറ്റഡ് ആയിട്ടുള്ള ഡേറ്റ ലിസ്റ്റഡ് ആവുന്നതായിരിക്കും. ഇവിടെ റോൾ ടേബിൾസിൽ ഡേയ്സും അതോടൊപ്പം തന്നെ കോളത്തിനകത്തുള്ള കണ്ടന്റ്സും ഇവിടെ ഡിസ്പ്ലേ ആവുന്നതായിരിക്കും. ഇവിടെ കോളത്തിൽ കണ്ടന്റ്സ് ബ്ലാങ്ക് ആയതിനാൽ ബ്ലാങ്ക് എന്നാണ് ഡിസ്പ്ലേ ആയിരിക്കുന്നത്. ഇവിടെ ഏറ്റവും താഴെയായി ഗ്രാൻഡ് ടോട്ടലും കാണാവുന്നതാണ്. പൈവറ്റ് ടേബിൾ ക്ലോസ് ചെയ്യുന്നതിന് ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. നമുക്ക് ഇനി മെയിൻ ഷീറ്റിലോട്ട് പോകാം. ഇവിടെ ഇൻസെർട്ട് ടാബിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് അടുത്തത് ഇലിസ്ട്രേഷൻ സെക്ഷൻ ഉപയോഗിച്ച് വേർഡ് എന്ന ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്ന രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഇമേജസ്, ക്ലിപ്പ് ആർട്സ്, ഷേപ്സ്, സ്മാർട്ട് ആർട്സ്, സ്ക്രീൻഷോട്ട്സ് എന്നിവ ആഡ് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. നമുക്ക് ആദ്യം ഒരു പിക്ചർ ഇൻസേർട്ട് ചെയ്ത് നോക്കാം. അതിനായി ഒരു സെൽ സെലക്ട് ചെയ്യുക. അതിനുശേഷം പിക്ചർ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ഏത് ലൊക്കേഷനിലാണോ നിങ്ങളുടെ പിക്ചർ സേവ് ചെയ്തിരിക്കുന്നത് ആ ലൊക്കേഷൻ ചൂസ് ചെയ്യുക. ഇപ്പോൾ മൈ ഡോക്യുമെന്റ്സിനകത്തുള്ള മൈ പിക്ചേഴ്സിലാണ് എന്റെ ഇമേജ് സേവ് ചെയ്തിട്ടുള്ളെങ്കിൽ മൈ പിക്ചേഴ്സ് ഓപ്പൺ ചെയ്ത് അതിൽ ഏത് ഇമേജ് ആണോ ഇമ്പോർട്ട് ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഈ കാണുന്ന ഇൻസേർട്ട് ടാബിന്മേൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത ഇമേജ് എക്സൽ ഷീറ്റിൽ ഇമ്പോർട്ട് ആയിരിക്കുന്നതായി കാണാം. പിക്ചർ ടൂൾസ് ഇവിടെ ഹൈലൈറ്റ് ആയിരിക്കുന്നതായി കാണാം. പിക്ചർ ടൂൾസിന്റെ സബ് ഡിവിഷനായി ഫോർമാറ്റും ഇവിടെ കാണാവുന്നതാണ്. ഇവിടെ നിങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്ന ഒരു പിക്ചറിന്റെ പ്രോപ്പർട്ടീസ് അഡ്ജസ്റ്റ് ചെയ്യുവാനുള്ള സെക്ഷൻ ആണ് ഈ കാണുന്നത്. ഒരു ഇമേജിന്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യുന്നതിന് റിമൂവ് ബാക്ക്ഗ്രൗണ്ട് എന്ന ഓപ്ഷൻ ഉപയോഗിക്കുക. ഇപ്പോൾ നമ്മുടെ ഇമേജിന്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത് മറ്റൊരു കളർ ഇതിൽ ഫിൽ ആയിരിക്കുന്നതായി കാണാം. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഏതെല്ലാം കളേഴ്സ് ആണ് റിമൂവ് ചെയ്യേണ്ടത് അത് ഇവിടെ നിന്നും ചൂസ് ചെയ്യാവുന്നതാണ്. ഫോട്ടോഷോപ്പിൽ നിങ്ങൾ ചെയ്യുന്ന ഓപ്ഷൻസ് പോലെ തന്നെയാണ് ഇതിലും നിങ്ങൾ ചെയ്യുന്നത്. ഇവിടെ ക്ലിക്ക് ചെയ്ത് ഏതെല്ലാം ഏരിയാസ് ആണ് റിമൂവ് ചെയ്യേണ്ടത് അതും ചൂസ് ചെയ്യാം. ചേഞ്ചസ് എല്ലാം വരുത്തിയതിനു ശേഷം ഈ കാണുന്ന കീപ് ചേഞ്ചസ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത ഏരിയ മാത്രമായി ഇവിടെ റിമൂവ് ആയിരിക്കുന്നതായി കാണാം. ഇത് റീസ്റ്റോർ ചെയ്യുന്നതിന് കീബോർഡിൽ Ctrl+Z പ്രസ് ചെയ്യുക. അതിനുശേഷം ചേഞ്ചസ് എല്ലാം ഡിസ്കാർഡ് ചെയ്യുന്നതിന് ഡിസ്കാർഡ് ഓൾ ചേഞ്ചസ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ കറക്ഷൻസ് എന്ന സെക്ഷൻ ഉപയോഗിച്ച് നമുക്ക് ഇമേജിന്റെ ഷാർപ്നെസ്, സോഫ്റ്റ്നെസ്, ബ്രൈറ്റ്നസ് ആൻഡ് കോൺട്രാസ്റ്റ് എന്നിവ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. കൂടുതൽ പിക്ചർ കറക്ഷൻ ഓപ്ഷൻസിന് ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഫോർമാറ്റ് പിക്ചർ എന്ന ഡയലോഗ് ബോക്സ് ഓപ്പൺ ആയിരിക്കുന്നതായി കാണാം. ഇവിടെ നിങ്ങൾക്ക് ഫിൽ, ലൈൻ കളർ, ലൈൻ സ്റ്റൈൽ, ഷാഡോ, റിഫ്ലക്ഷൻ എന്നീ പല കാറ്റഗറീസ് കാണാവുന്നതാണ്. ഇവിടെ പിക്ചർ കറക്ഷൻസിന് താഴെയുള്ള സെക്ഷനിൽ നിങ്ങൾക്ക് സോഫ്റ്റ്നെസ്, ഷാർപ്നെസ് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ബ്രൈറ്റ്നസ് ആൻഡ് കോൺട്രാസ്റ്റും അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് ഒരു പ്രീസെറ്റ് വാല്യൂ കാണാവുന്നതാണ്. ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ് ചെയ്യുന്നതിനും കോൺട്രാസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നതിനും ഈ ഒരു പെർട്ടിക്കുലർ സ്ലൈഡറിൽ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുക. അതിന്റെ പ്രിവ്യൂ നിങ്ങൾക്ക് വർക്ക് സ്പേസിൽ കാണാവുന്നതാണ്. റീസെറ്റ് ചെയ്യുന്നതിന് ഈ റീസെറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ക്ലോസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇമേജിന് ഒരു അഡീഷണൽ കളർ നൽകുവാൻ സാധിക്കുന്നതാണ്. കളർ സാച്ചുറേഷൻ ഇവിടെ നിന്നും അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. കളർ ടോൺ ഇവിടെ നിന്നും അഡ്ജസ്റ്റ് ചെയ്യാം. സെലക്ട് ചെയ്തിരിക്കുന്ന ഇമേജ് റീകളർ ചെയ്യുന്നതിന് ഈ ഒരു സെക്ഷൻ ഉപയോഗിക്കുക. കൂടുതൽ വേരിയേഷൻസിന് ഇവിടെ ക്ലിക്ക് ചെയ്യുക. ട്രാൻസ്പെറന്റ് കളർ സെറ്റ് ചെയ്യുന്നതിന് ഇവിടെ ക്ലിക്ക് ചെയ്യാം. പിക്ചർ കളർ ഓപ്ഷൻസിന് ഇവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഈ കാണുന്ന വിൻഡോയിൽ അഡ്ജസ്റ്റ്മെന്റ്സ് ചെയ്യുക. നമുക്കിപ്പോൾ ക്ലോസ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അടുത്തതായി ആർട്ടിസ്റ്റിക് എഫക്ട്സ് നിങ്ങളുടെ ഇമേജിന് നൽകണമെങ്കിൽ ഈ ഒരു സെക്ഷനിൽ ക്ലിക്ക് ചെയ്ത് ഏതെങ്കിലും ഒരു ആർട്ടിസ്റ്റിക് എഫക്ട് ഇവിടെ നിന്നും ചൂസ് ചെയ്യാം. നമ്മൾ നോർമലി ഫോട്ടോഷോപ്പ് അല്ലെങ്കിൽ മറ്റൊരു ഇമേജ് എഡിറ്റിംഗ് ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് വരുത്തുവാൻ ആഗ്രഹിക്കുന്ന എഫക്ട്സ് എല്ലാം തന്നെ ഈ വേർഡ് ആപ്ലിക്കേഷനിൽ ഇൻക്ലൂഡഡ് ആണ്. ഇത്രയും ഓപ്ഷൻസ് 2007, 2010 എന്നീ വേർഷൻസിൽ മാത്രമാണ് കാണുവാൻ സാധിക്കുന്നത്. അടുത്തതായി ഇവിടെ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ഇമേജ് കംപ്രസ് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. ഇത് ഉപയോഗിച്ച്
ഒരു ഇമേജിന്റെ സൈസ് അല്ല കംപ്രസ് ആവുന്നത്, മറിച്ച് ഡോക്യുമെന്റിന്റെ ഒന്നടങ്കം സൈസ് ആണ് കംപ്രസ്ഡ് ആവുന്നത്. നമ്മൾ ഒരു ഡോക്യുമെന്റിൽ ഒത്തിരിയധികം ഇമേജസ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡോക്യുമെന്റിന്റെ ഫയൽ സൈസ് എങ്ങനെയായാലും കൂടും. ആ ഒരു പെർട്ടിക്കുലർ ഫയൽ സൈസ് കൂടുന്നത് കുറയ്ക്കുന്നതിനാണ് ഈ ഒരു പെർട്ടിക്കുലർ കംപ്രസ് പിക്ചേഴ്സ് എന്ന ഓപ്ഷൻ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഡോക്യുമെന്റ് ഇമെയിൽ അയച്ചാണ് നൽകേണ്ടതെങ്കിൽ ഇവിടെ ഇമെയിൽ 96ppi എന്ന ഓപ്ഷൻ ചൂസ് ചെയ്യാം. അല്ലെങ്കിൽ യൂസ് ഡോക്യുമെന്റ് റെസൊല്യൂഷൻ എന്ന ഓപ്ഷൻ യൂസ് ചെയ്ത് ഓക്കെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഇമേജിൽ അധികം വേരിയേഷൻസ് വരുത്താതെ തന്നെ ഡോക്യുമെന്റ് ഫയൽ സൈസ് കുറയുന്നതായിരിക്കും. ഇവിടെ കാണുന്ന ചേഞ്ച് പിക്ചർ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ ഇൻസേർട്ട് പിക്ചർ എന്ന ഡയലോഗ് ബോക്സ് വീണ്ടും ഓപ്പൺ ആവുന്നതായിരിക്കും. ഇവിടെ നിങ്ങൾക്ക് സെലക്ട് ചെയ്തിരിക്കുന്ന ഇമേജിന് പകരമായി മറ്റൊരു ഇമേജ് ആഡ് ചെയ്യുവാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങളുടെ ആവശ്യാനുസരണം ഒരു പെർട്ടിക്കുലർ ഇമേജ് സെലക്ട് ചെയ്ത് ഇൻസേർട്ട് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ നമ്മൾ നേരത്തെ ഇൻസേർട്ട് ചെയ്ത ഇമേജിന് പകരമായി പുതിയൊരു ഇമേജ് ഇവിടെ ഇൻസേർട്ട് ആയിരിക്കുന്നതായി കാണാം. നമുക്കിപ്പോൾ Ctrl+C പ്രസ് ചെയ്ത് പഴയ ഇമേജ് റീസ്റ്റോർ ചെയ്യാം. ഇവിടെ കാണുന്ന റീസെറ്റ് പിക്ചർ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നമ്മൾ ഇപ്പോൾ അപ്ലൈ ചെയ്ത എല്ലാ ഇഫക്ട്സും റീസ്റ്റോർ ചെയ്ത് പഴയ പോലെ ഇമേജ് ആവുന്നതായിരിക്കും. ഇവിടെ ഈ സെക്ഷനിൽ നിങ്ങൾക്ക് പിക്ചർ സ്റ്റൈൽ ചൂസ് ചെയ്യാവുന്നതാണ്. മൗസ് പോയിന്റർ നിങ്ങൾ ഇതിന് മുകളിൽ പ്ലേസ് ചെയ്താൽ ആ ഒരു പെർട്ടിക്കുലർ ഇമേജ് സ്റ്റൈൽ കാണാവുന്നതാണ്. കൂടുതൽ പിക്ചർ സ്റ്റൈൽസിന് ഇവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഏതൊരു പിക്ചർ സ്റ്റൈലാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യേണ്ടത് അത് ഇവിടെ നിന്നും ചൂസ് ചെയ്യുക. അതിനുശേഷം പിക്ചറിന് ഒരു ബോർഡർ നൽകുന്നതിന് ഇവിടെ ക്ലിക്ക് ചെയ്യുക. ബോർഡർ കളർ ഈ ലിസ്റ്റിൽ നിന്നും ചൂസ് ചെയ്യാവുന്നതാണ്. ഔട്ട്ലൈൻ ആവശ്യമില്ലെങ്കിൽ ഈ ഒരു പെർട്ടിക്കുലർ ഓപ്ഷൻ ചൂസ് ചെയ്യുക. വെയിറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് ഇവിടെ നിന്നും ചൂസ് ചെയ്യാവുന്നതാണ്. ഒരു ഡാഷസോടുകൂടി ബോർഡർ നൽകണമെങ്കിൽ ഈ ഒരു പെർട്ടിക്കുലർ സെക്ഷൻ ചൂസ് ചെയ്യുക. അതുപോലെ പിക്ചറിന് മറ്റ് എഫക്ട്സ് നൽകുന്നതിന് ഇവിടെ ക്ലിക്ക് ചെയ്യുക. പ്രീസെറ്റ്സ് കാറ്റഗറിയിൽ നിന്നും ഒരു എഫക്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഷാഡോ നിങ്ങൾക്ക് ആഡ് ചെയ്യണമെങ്കിൽ അതും ഇവിടെ നിന്ന് ചൂസ് ചെയ്യാം. റിഫ്ലക്ഷൻ ആഡ് ചെയ്യുന്നതിന് ചൂസ് ചെയ്യുക. ഇപ്പോൾ നിങ്ങളുടെ വർക്ക് സ്പേസിൽ ആ ഒരു പെർട്ടിക്കുലർ ഇമേജിന് എഫക്ട് ആഡ് ആവുന്നതായി കാണാം. ഒരു ഗ്ലോ എഫക്ട് നൽകുന്നതിന് ഇവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഗ്ലോ എഫക്ട് ചൂസ് ചെയ്യാവുന്നതാണ്. സോഫ്റ്റ് എഡ്ജസ് എന്ന് ചൂസ് ചെയ്താൽ നിങ്ങൾക്ക് ഈ ഒരു ഇമേജിന്റെ എഡ്ജസ് സോഫ്റ്റ് ആക്കുവാൻ സാധിക്കുന്നതാണ്. ഇവിടെ ബെവൽ എന്ന സെക്ഷനിൽ നമുക്ക് ആവശ്യപ്രകാരം ഒരു ഇമേജിന് ബെവൽ എഫക്ട് നൽകാവുന്നതാണ്. 3D റൊട്ടേഷൻ എന്ന സെക്ഷനിൽ നിന്നും നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ഇമേജിനെ 3Dയിൽ റൊട്ടേറ്റ് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. ഈ ഓപ്ഷൻസ് ഉപയോഗിച്ച് നിങ്ങൾക്ക് എക്സലിൽ ഒരു മനോഹരമായ ഒരു പ്രസന്റേഷൻ പ്രിപ്പയർ ചെയ്യുവാൻ സാധിക്കുന്നതാണ്. പിക്ചർ ലേഔട്ട് ചൂസ് ചെയ്യാവുന്നതാണ്. ഇവിടെ നിന്നും ഈ ഡോക്യുമെന്റിൽ അടങ്ങിയിരിക്കുന്ന ഇമേജസിന്റെ ഡീറ്റെയിൽസ് എല്ലാം ഒന്നടങ്കം ഒരൊറ്റ സെക്ഷനിൽ കാണണമെങ്കിൽ ഇവിടെ സെലക്ഷൻ പെയിൻ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഇപ്പോൾ പിക്ചർ 1 ആണ് ഇവിടെ വിസിബിൾ ആയിട്ടുള്ളത്. ഇവിടെ ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ ആ ഇൻസേർട്ട് ചെയ്തിരിക്കുന്ന ഇമേജ് ഇൻവിസിബിൾ ആവുന്നതായിരിക്കും. ഇവിടെ ഷോ ഓൾ എന്ന ഓപ്ഷൻ ചൂസ് ചെയ്താൽ ഡോക്യുമെന്റിൽ അടങ്ങിയിരിക്കുന്ന എല്ലാ ഇമേജസും ഇവിടെ ഡിസ്പ്ലേ ആവുന്നതായിരിക്കും. റീഓർഡർ ഓപ്ഷൻ ഉപയോഗിച്ച് ഇമേജസ് നമുക്ക് റീഓർഡർ ചെയ്യാനും സാധിക്കുന്നതാണ്. ഇവിടെ ഈ ഓപ്ഷൻ ഉപയോഗിച്ച് ഇമേജിന്റെ അലൈൻമെന്റ് സെറ്റ് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. ഇവിടെ ക്ലിക്ക് ചെയ്ത് നമുക്ക് വേരിയസ് ഓപ്ഷൻസ് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഡീഫോൾട്ടായി ഇവിടെ സ്നാപ്പ് ടു ഗ്രിഡ്, സ്നാപ്പ് ടു ഷേപ്പ്, വ്യൂ ഗ്രിഡ് ലൈൻസ് എന്നീ ഓപ്ഷൻസ് എനേബിൾഡ് ആണ്. നേരത്തെ നമ്മൾ അറേഞ്ച് സെക്ഷൻ പഠിച്ചപ്പോൾ വ്യൂ ഗ്രിഡ് ലൈൻസിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്ന ടെക്സ്റ്റുകളെ ഗ്രിഡുമായി അറ്റാച്ച് ചെയ്യുന്നതിനാണ് സ്നാപ്പ് ടു ഗ്രിഡ് ഓപ്ഷൻ ഉപയോഗിക്കുന്നത്. നമുക്കിപ്പോൾ അടുത്ത ഓപ്ഷനായ റൊട്ടേറ്റിനെ പരിചയപ്പെടാം. റൊട്ടേറ്റ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് ഒരു ഇമേജിനെ നമുക്ക് റൊട്ടേറ്റ് ചെയ്യുവാൻ സാധിക്കും. ഇവിടെ റൊട്ടേറ്റ് 90 ഡിഗ്രി, റൊട്ടേറ്റ് ലെഫ്റ്റ് 90 ഡിഗ്രി, ഫ്ലിപ്പ് വെർട്ടിക്കൽ, ഫ്ലിപ്പ് ഹൊറിസോണ്ടൽ, മോർ റൊട്ടേഷൻ ഓപ്ഷൻസ് എന്നിവ കാണാവുന്നതാണ്. ഇവിടെ ഫോർമാറ്റ് പിക്ചറിന്റെ അടിയിലായി സൈസ്, സ്കെയിൽ, റൊട്ടേഷൻ എന്നിവ കാണാവുന്നതാണ്. ഇവിടെ നിങ്ങളുടെ ആവശ്യാനുസരണം ഒരു പെർട്ടിക്കുലർ വാല്യൂ മെൻഷൻ ചെയ്ത് ക്ലോസ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ ഇമേജ് ആ വാല്യൂ പ്രകാരം റൊട്ടേറ്റ് ആവുന്നതായിരിക്കും. ഇവിടെ ക്രോപ്പ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് ഒരു ഇമേജിനെ ക്രോപ്പ് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. അതായത് നമുക്ക് ഈ ഒരു പെർട്ടിക്കുലർ സെക്ഷൻ മാത്രമാണ് ഡോക്യുമെന്റിൽ ഇൻസേർട്ട് ചെയ്യേണ്ടതെങ്കിൽ
ക്രോപ്പ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്രോപ്പ് ടു ഷേപ്പ്, ആസ്പെക്ട് റേഷ്യോ, ഫിൽ, ഫിറ്റ് എന്നീ ഓപ്ഷൻസ് കാണാവുന്നതാണ്. ക്രോപ്പ് ടു ഷേപ്പ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ചാൽ ഇമേജ് ഒരു പെർട്ടിക്കുലർ ഷേപ്പിനകത്ത് ക്രോപ്പ് ചെയ്ത് ഇൻസേർട്ടഡ് ആവുന്നതായിരിക്കും. നമുക്കിപ്പോൾ ഈ ഓപ്ഷൻ ചൂസ് ചെയ്യാം. ഇപ്പോൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും ഔട്ട്ലൈൻ ഒരു പെർട്ടിക്കുലർ ഷേപ്പും അതിനകത്താണ് നമ്മുടെ ഇമേജ് പ്ലേസ്ഡ് ആയിരിക്കുന്നത്. നമുക്ക് Ctrl+Z പ്രസ് ചെയ്യാം. ഫോർമാറ്റിൽ ക്ലിക്ക് ചെയ്ത് ഇവിടെ നിന്നും ആസ്പെക്ട് റേഷ്യോ ഉപയോഗിച്ചോ ഫിൽ, ഫിറ്റ് എന്നീ ഓപ്ഷൻസ് ഉപയോഗിച്ചോ ക്രോപ്പ് ചെയ്യാവുന്നതാണ്. നമുക്കിപ്പോൾ മാനുവലി ക്രോപ്പ് ചെയ്യണമെങ്കിൽ ഇവിടെ കാണുന്ന ക്രോപ്പ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ക്രോപ്പ് ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ഇപ്പോൾ മൗസ് പോയിന്റർ ഈ ഒരു പെർട്ടിക്കുലർ ഷേപ്പിനകത്ത് കൊണ്ടുവരുമ്പോൾ മൗസ് പോയിന്റിന്റെ ഷേപ്പ് മാറുന്നതായി കാണാം. നമുക്കിപ്പോൾ ക്ലിക്ക് ചെയ്ത് മൗസ് പോയിന്റർ അകത്തോട്ട് ഡ്രാഗ് ചെയ്യാം. അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് മൗസ് പോയിന്റർ അകത്തോട്ട് ഡ്രാഗ് ചെയ്യാം. ഇതിന്റെ പൊസിഷൻ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. അതിനുശേഷം ക്രോപ്പ് ചെയ്യണമെങ്കിൽ കീബോർഡിൽ ഒരു തവണ എൻറർ കീ പ്രസ് ചെയ്യുക. അതിനുശേഷം മൗസ് പോയിന്റർ പുറത്ത് പ്രസ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ആവശ്യാനുസരണം ഇമേജ് ക്രോപ്പ് ചെയ്യപ്പെട്ടിരിക്കുന്നതായി കാണാം. നിങ്ങൾക്ക് ഒരു പെർട്ടിക്കുലർ വാല്യൂ ഉപയോഗിച്ചാണ് ക്രോപ്പ് ചെയ്യേണ്ടതെങ്കിൽ ഇവിടെ വാല്യൂ മെൻഷൻ ചെയ്ത് കീബോർഡിൽ എൻറർ കീ പ്രസ് ചെയ്താൽ മതിയാകും. നമുക്ക് വീണ്ടും ക്രോപ്പ് ബട്ടണിൽ പ്രസ് ചെയ്യാം. അതിനുശേഷം വാല്യൂ ഇവിടെ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഇവിടെ ഈ പെർട്ടിക്കുലർ ഓപ്ഷൻ ഉപയോഗിച്ച് ഇമേജിന്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇമേജിന്റെ ഹൈറ്റ്, വിഡ്ത്ത് എന്നിവ അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് ഇവിടെ നിന്നും നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഇത്രയുമാണ് ഇമേജിന്റെ എഡിറ്റിംഗ് ഓപ്ഷൻസ്. നമുക്ക് വീണ്ടും ഇൻസേർട്ട് ടാബിലോട്ട് പോകാം. അടുത്തതായി ഒരു ക്ലിപ്പ് ആർട്ട് ഇമേജ് എങ്ങനെ ഇൻസേർട്ട് ചെയ്യാം എന്ന് നോക്കാം. ഇനി അടുത്ത ചാപ്റ്ററിൽ ക്ലിപ്പ് ആർട്ട് ഇമേജ് എങ്ങനെ ഇൻസേർട്ട് ചെയ്യാം എന്ന് നോക്കാം. കംപ്ലീറ്റ് ട്യൂട്ടോറിയൽ ഡിവിഡികൾ ലഭിക്കുന്നതിനായി നിങ്ങളുടെ അഡ്രസ് 9847700955 വാട്സ്ആപ്പ് ചെയ്യുക. കൂടുതൽ ട്യൂട്ടോറിയൽ വീഡിയോകൾക്ക് സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക.